ദൈവനാമം മാത്തപ്പെടട്ടെ. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥിയായിരിക്കുന്ന അഭിവന്യ ജേക്കബ് മുരിക്കൻ പിതാവ്, വന്ദനായ റംബാച്ചൻ, എബ്രഹാം വാഴക്കലച്ചൻ, ഫാദർ ഡോക്ടർ വർഗീസ്, പ്രൊഫസർ സി മാമച്ചൻ അവറുകൾ, ഇവിടെ ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ നിൽക്കുന്നു. ബഹുമാനപ്പെട്ട മാമച്ചൻ സാറ് ദൈവത്തിൻ്റെ മകനായി ദൈവം ഏൽപ്പിച്ച ജോലികൾ അനുഗ്രഹപ്രദമായി പൂർത്തീകരിക്കുന്ന ഒരു നല്ല വിശ്വാസിയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഞങ്ങൾ ഈ കുപ്പായിട്ടവരൊക്കെ നിർവഹിക്കുന്ന ദൗത്യങ്ങളെക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിചാരം. ഈശ്വരന് വേണ്ടി ആത്മാവിനെ നേടുക എന്നത് ഒരു വിളിയാണ്, ഒരു നിയോഗമാണ്. നിങ്ങളിവിടെ പല ജാതികളിലും മതങ്ങളിലും പെട്ടവരുണ്ട്, എനിക്കത് നല്ലതുപോലെ അറിയാം. പക്ഷെ നിങ്ങളെല്ലാവരും ആത്യന്തികമായി ഒരു വിളിക്ക് കീഴിലാണ് നിൽക്കുന്നത്. സർവേശ്വരൻ വിളിക്കുമ്പോൾ ആ വിളിക്ക് കീഴിൽ നിൽക്കുന്നവരാണ്. ആ വിളി നേരെ ചൊവ്വേ കേൾക്കാനായി ദൈവം തമ്പുരാൻ തന്നെ നല്ല ചില ആളുകളെയൊക്കെ നമ്മുടെ മുമ്പാകെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ എഴുന്നേൽപ്പിച്ച ഒരാളാണ് പ്രിയപ്പെട്ട മാമച്ചൻ സാർ. എനിക്ക് സന്തോഷമുള്ളത് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു അച്ഛൻ കൂടി പ്രവേശിച്ചു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട വാഴക്കലച്ഛൻ, അച്ഛനും എനിക്ക് തോന്നുന്നു ഏകദേശം അതേ വീറും വാശിയൊക്കെ അച്ഛനും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മാമച്ചൻ സാറും വാഴക്കലച്ഛനും ഉള്ള ഒരു നല്ല ടീം വളരെ ഭംഗിയായി കഴിഞ്ഞ 10 വർഷക്കാലം പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വാർഷികമാണ് നാം ഇപ്പോൾ ഇവിടെ ആചരിക്കുന്നത്. ഞാനിവിടെ കോട്ടയത്തേക്ക് വന്നത് 2016-ലാണ്. 2016 മുമ്പ് ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ ഞാൻ മദ്യപാനികളെയൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ലോകമൊന്നും പോയിട്ടില്ല. എന്നാൽ 2016 കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ മാമച്ചൻ സാറിൻ്റെ ആത്മാവ് എന്നെ പിടികൂടി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ഈ കോവിഡ് കാലഘട്ടത്തിന് മുമ്പിൽ എവിടെയെങ്കിലും ഒരു AA മീറ്റിംഗ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കോട്ടയം ചുറ്റുവട്ടത്തിൽ പുതുപ്പള്ളി പള്ളിയിലും പാമ്പാടിയിലും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ എന്നെ കൂടി അതിൽ ഉൾപ്പെടുത്തും. ഞാൻ അവിടെ വന്ന് നല്ലതുപോലെ എൻജോയ് ചെയ്യുമായിരുന്നു. കാരണം അവിടെ വരുന്ന ആളുകൾ, അവർ നൽകുന്ന സാക്ഷ്യം അത് വളരെ വലുതാണ്. എനിക്ക് 3 മണിക്കൊരു 2 മണിക്കൊരു വിവാഹ കൂദാശ പള്ളിക്കകത്തുണ്ടായിരുന്നു. അപ്പം മുരിക്കൻ പിതാവും യോഹന്നാനച്ഛൻ, റംബാച്ചനും നമ്മുടെ തോമസ് അച്ഛനും ഒക്കെ 2 മണിക്ക് വന്നവരാണ്. അപ്പോൾ എനിക്കിത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്ത് പോയി. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മീറ്റിങ്ങിലും പങ്കെടുക്കണം, കല്യാണം കൂടി നടത്തണം. കറക്റ്റ് രണ്ടും ഒരേ സമയത്ത് ആണ് ആരംഭിച്ചത്. അപ്പോൾ ഞാൻ മുരിക്കൻ പിതാവിനോടൊരു അപേക്ഷ നടത്തി. പിതാവ് എനിക്ക് വേണ്ടി വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പോയാലും കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞില്ല. പോയില്ലെങ്കിലും ഞാൻ അവസാനം എപ്പോഴെങ്കിലും വന്നുകൊള്ളാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴും മുരിക്കൻ പിതാവിൻ്റെ പ്രസംഗം ഇതുവരെ തുടങ്ങിയില്ല എന്നാണ് കേൾക്കാനിടയായത്. അതിൻ്റെ അർത്ഥം, ഞാൻ പിതാവിനോട് ചെവി ചോദിച്ചു, എന്താ കാര്യം, പോയില്ലേ എന്ന് ചോദിച്ചു. കാരണം കല്യാണത്തിൻ്റെ ഇടയ്ക്ക് വികാരി അച്ഛൻ വന്ന് എന്നോടൊരു രഹസ്യം പറഞ്ഞു.
തിരുമേനിയെ കാണാൻ സാധ്യത ഉണ്ടോ എന്ന് തോന്നുന്നില്ല, മുരിക്കൻ പിതാവ് പോകുമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, മുരിക്കൻ പിതാവ് ഞാൻ ഓൾറെഡി കണ്ടിട്ടാണ് വരുന്നത്, പോയിക്കോലട്ടെ, എൻ്റെ ഒരു ആശംസ മുരിക്കൻ പിതാവിന് അച്ഛൻ കൊടുത്തോണമെന്ന് പറഞ്ഞു. പക്ഷേ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ടും പിതാവ് ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ, പിതാവ് പ്രസംഗിച്ചതുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ പ്രസംഗിച്ചില്ല. അതിൻ്റെ കാരണം എന്ത് എന്ന് പിതാവ് തന്നെ പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന പലരുടെയും സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഇടയായി അതിനൊരവസരമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാതെ ഇരുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞ സാക്ഷിയൊന്നും ഇന്ന് ഞാൻ കേട്ടില്ല. അതുകൊണ്ട് പിതാവാണ് നിങ്ങളുടെ സാക്ഷ്യത്തെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയേണ്ടത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. നമ്മുടെ MLA ഇവിടുത്തെ പുത്രനാണ്, ഇവിടെ വന്നിട്ടുണ്ട്. ഇറങ്ങി ഓടുന്നതിന് മുമ്പിട്ട് തന്നെ ഒരു പ്രസംഗം നടത്തിച്ച് വേണം. കാരണം ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ഇവിടെ കൂടുതൽ ഇരിക്കാനുള്ള സാധ്യതയില്ല എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഇത്രയും പേര്, ഞാൻ ആദ്യമായിട്ടാണ് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തെങ്കിലും ഇതുപോലെ ഒരു വലിയ മീറ്റിംഗ് ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇതിന് മുമ്പ് ഉണ്ടായി കാണുമെന്നാണ് എൻ്റെ വിചാരം. എനിക്കറിയില്ല. മാമച്ച സാറിനും വാഴക്കലച്ചനും പിന്നെ മുമ്പിലിരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ അറിയാം, ഇത് നല്ലതുപോലെ അറിയാം. പക്ഷേ ഒരു വലിയ മീറ്റിംഗ് ഇതുപോലെ സംഘടിപ്പിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഇത്രയും പേരെ ഇവിടെ ഒരുമിച്ച് കണ്ടതിൽ സന്തോഷം. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഒരാളിനെക്കുറിച്ച് മാമച്ചൻ സാറാണോ വാഴക്കലച്ചനോ പറഞ്ഞേ, ജപ്തി ചെയ്ത വീട് അതിൽ നിന്ന് മാറി പലർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് പ്രാപ്തനായി വന്ന ഒരാളിൻ്റെ കഥ പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇതുപോലുള്ള ഇഷ്ടം പോലെ കഥ പറയാനുണ്ട് എന്നത് എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം കഥകൾ ഞാൻ ഒരുപാട് നിങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്ന് കേട്ടിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ദൈവം നമ്മെ സൃഷ്ടിച്ചു എങ്കിൽ നമ്മെ നല്ലതുപോലെ കരുതുന്നുണ്ട് എന്നതിൻ്റെ യഥാർത്ഥ അടയാളമാണ് ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗവും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ദൈവം സൃഷ്ടിച്ചു എങ്കിൽ ദൈവം നമ്മെ കരുതുകയും ചെയ്യുന്നു. അവൻ കരുണയുള്ളവനാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി വളരെ പ്രഷ്യസാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വളരെ മൂല്യമുള്ളതാണ്. മൂല്യമുള്ള സൃഷ്ടി നശിച്ചു പോകരുത് എന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളും നശിച്ചു പോകാതെ വീണ്ടും ഇങ്ങനെ കൂടി വന്ന് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് കാരണക്കാരായി മാമച്ച സാറും വാഴക്കലച്ചനും ഒക്കെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം തിരഞ്ഞെടുത്ത ചില കാരണക്കാരായി വന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ മൂല്യത്തെക്കുറിച്ച് ഗൗരവത്തോടെ നാം ചിന്തിക്കുക. മദ്യപാനം, മാമച്ച സാറ് റിപ്പോർട്ടിൽ പറഞ്ഞു അതൊരു രോഗമാണെന്നൊക്കെ. എനിക്കറിയാൻ മേല രോഗമാണോ പിശാചിൻ്റെ വിളയാട്ടമാണോ, എന്തായാലും അത് നമുക്ക് ഉചിതമല്ല എന്നുള്ളത് വളരെ ക്ലിയറാണ്. അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു വിഷയമാണ്. കുടുംബത്തെ തകർക്കുന്നതാണ്, വ്യക്തിയെ നശിപ്പിക്കുന്നതാണ്, ഒരു സമൂഹത്തിനും മൂല്യച്യുതി വരുത്തുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇത് മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചെങ്കിലും ഒക്കെയുള്ളൂ. സർക്കാരുകളൊന്നും വിചാരിച്ചാൽ നടക്കുകയില്ല. ഒരു സർക്കാർ വരുമ്പോൾ മദ്യം വേണ്ട എന്ന് പറയും, അടുത്ത സർക്കാർ വരുമ്പോൾ മദ്യം കൂട്ടിത്തരും, ഇനി അടുത്ത സർക്കാർ വരുമ്പോൾ വീണ്ടും വേണ്ട എന്ന് പറയും, പിന്നെ അടുത്തൊരു കൂട്ടിത്തരും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നതുകൊണ്ട് നമ്മൾ തന്നെ വിചാരിക്കണം നശിക്കാൻ പാടില്ല എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നമ്മൾ നശിക്കരുത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഈശ്വരൻ്റെ മക്കളാണ്. പരസ്പരം ചിരിച്ച് കളിച്ച് പോകണം. ഞാനിതിന് മുമ്പുള്ള മീറ്റിങ്ങിലൊക്കെ ഇരുന്നിട്ടപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വന്ന് അവരുടെ അപ്പനെക്കുറിച്ചും അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഭംഗിയെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത തലമുറ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ മനോഹാരിത ദർശിച്ച് സന്തോഷത്തോടെ നല്ല സൃഷ്ടികളായി മുന്നോട്ട് പോകാൻ ഇടയാകണം എന്ന് മാത്രം ഞാൻ നിങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹങ്ങൾ നേരുന്നു. ദൈവം അനുവദിച്ചാൽ ഇനിയും നിങ്ങളെ കാണാൻ എനിക്ക് ദൈവം അവസരം തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നന്മയോടെ മുന്നോട്ട് പോവുക.